ഓക്കെ, സ്തോത്രം. ഈ മനോഹര സന്ധിയിൽ പതിവ് പോലെ ഇന്നും നമുക്ക് തിരുവെഴുത്തുകൾ പഠിക്കുവാനായി ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ അഭിവാദനങ്ങളെ അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ എവിടെയായി ദൈവം നമ്മെ കാത്ത് സൂക്ഷിക്കുന്നല്ലോ. യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലത്ത് ക്രിസ്തുവിന്റെ വരവിനെ നോക്കി പാർക്കുവാനും ബന്ധപ്പെടുത്തുവാനും നമുക്ക് പിന്നെയും കർത്താവ് കൃപ ചെയ്യട്ടെ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകമാണ് പഠിക്കുന്നത്. ഒരു ആശയ സമന്വയം ഈ പുസ്തക പഠനത്തിൽ ഉണ്ടാവുക അല്പം പ്രയാസകരമായ കാര്യമാണ്. ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളെ അത്ര ഗൗരവമായി കാണാറില്ല. മറ്റു ചിലർ അവരുടെ അഭിപ്രായത്തോട് യോജിക്കാത്ത മറ്റുള്ളവരെ നിശിതമായി വിമർശിച്ച് തരം താഴ്ത്തി പരിഹസിച്ച് ഒക്കെ വിടുന്ന പതിവും നേരിട്ടും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്നില്ല. നമ്മൾ ആവോളം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവവചനത്തെ വ്യാഖ്യാനിപ്പാൻ ശ്രമിക്കുകയാണ്. ആവർത്തിക്കുന്നു, we are trying to interpret the word with the word. നിഷ്പക്ഷതയോടെ, മുൻവിധികളില്ലാതെ, without any prejudice. എത്ര പഴകിയ ഒരു വിശ്വാസമായാലും, എത്ര വർഷങ്ങൾ കൊണ്ട് വിശ്വസിച്ച് വന്നതായാലും, എത്ര പ്രഗത്ഭന്മാർ പഠിപ്പിച്ചതായാലും, വചനത്തിന്റെ വെളിച്ചത്തിൽ അതിനേക്കാൾ കൂടുതൽ സത്യമായ ഒരു ഭാഗമുണ്ടെങ്കിൽ അത് വിശ്വസിക്കുവാൻ, അത് സ്വീകരിപ്പാൻ നമ്മൾ മടി കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ നിഷ്പക്ഷതയോടെ സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ള വിഷയം ദാനിയേലിന്റെയും വെളിപ്പാടിന്റെയും അടിസ്ഥാനത്തിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഭിന്നാഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുന്നു, എതിരഭിപ്രായങ്ങളെയും സ്വാഗതം ചെയ്യും. നമ്മളതിൽ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവസഭ മഹാപീഡനത്തിലൂടെ പോവുകയില്ല. മഹാപീഡന കാലത്തിന് തൊട്ടു മുൻപ് യേശു മേഘങ്ങളിൽ വരികയും സഭയെ തന്നോട് ചേർക്കുകയും അത് തുടർന്ന് ഈ ലോകത്തിൽ എതിർക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാവുകയും 70-ാം ആഴ്ചവട്ടം എന്ന ദാനിയേൽ 9-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ നിവർത്തിക്കാനിരിക്കുന്ന ആഴ്ചവട്ടത്തെ സംഭവ വികാസങ്ങൾ സംഭവിക്കുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ വിശ്വസിക്കുവാനുള്ള കാരണം നമ്മൾ നോക്കുന്നതോടൊപ്പം അങ്ങനെ അല്ല എന്ന് പറയുന്നവരുടെ വാദഗതികളെ നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിശകലനം ചെയ്യുകയും കൂടെയാണ്. ബ്രദർ ആർ സ്റ്റാൻലി പറയാറുള്ളത് പോലെ
it's not a criticism, but an analysis. Let's not be critics, but analytics. നമുക്ക് വിമർശനങ്ങൾ വേണ്ട, എന്നാൽ വിശകലനങ്ങൾ മതി. നമ്മൾ ആ വിശകലനങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി നമ്മൾ ആരെയും പരാമർശിക്കുന്നില്ല. എന്നാൽ വാദങ്ങളെ നമ്മൾ എടുക്കാറുണ്ട്. ഞാൻ എല്ലാ വാദങ്ങളെയും ഒന്നും എടുക്കുന്നുമില്ല. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ നമ്മുടെ ചിന്താഗതിക്ക് വിപരീതമായ ചിന്താഗതികൾ അവർ ഉയർത്തുന്ന വാദങ്ങളെ മാത്രമാണ് നമ്മൾ വിശകലനം ചെയ്യുവാനായിട്ട് നോക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 70-ാം ആഴ്ചവട്ടം എന്ന് നമ്മൾ വിളിക്കുന്ന 7 വർഷത്തെ ഒരു കാലയളവ് ദാനിയേൽ 9-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും ശേഷിച്ചിരിക്കുന്നുവെന്നും അത് 69-ാം ആഴ്ചവട്ടത്തോട് ചേർന്ന് പൂർത്തീകരിച്ചില്ല എന്നും നമ്മൾ കണക്കാക്കുന്നു. അതങ്ങനെയല്ല എന്ന് പറയുന്നവരുടെ ആശയങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഇത് വിശ്വസിക്കുന്നു എന്നുള്ള അഭിപ്രായവും നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. അതിലാണ് 70 ആഴ്ചവട്ടങ്ങൾ ഇസ്രായേലിനു വേണ്ടി ദൈവം നീക്കിവെച്ചത്, യെരൂശലേമിന് വേണ്ടി ദൈവം മാറ്റിവെച്ചത്, അവരുടെ സമ്പൂർണമായ യഥാസ്ഥാനത്വത്തിന് വേണ്ടി, അവരുടെ പൂർണ്ണമായ അന്തിമമായ വീണ്ടെടുപ്പിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നുവെന്നും അത് നിറവേറിയോ എന്ന ഒരു പരിശോധന നമ്മൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആവർത്തിക്കുന്നു, ഈ 70 ആഴ്ചവട്ടങ്ങൾ ദൈവം നീക്കിവെച്ചത് അല്ലെങ്കിൽ ദൈവത്തിന്റെ കണക്കിൽപ്പെടുത്തിയത് ഇസ്രായേൽ ജാതിക്ക് വേണ്ടി, യെരൂശലേം നഗരത്തിന് വേണ്ടി, 3 ഇസ്രായേലിന്റെ പരമമായ യഥാസ്ഥാനത്തിനായി, പൂർണ്ണമായ അന്തിമമായ മോചനത്തിനായി, ഇനിയും ഒരിക്കലും അവർ പാപം ചെയ്യാതെ, ഇനി ഒരിക്കലും അവർ ദൈവത്തിൽ നിന്ന് അകലാതെ, ഇനി ഒരിക്കലും അവർ മറ്റൊരാൾക്ക് അടിമകളാകാതെ ദൈവത്തിന് മാത്രം കീഴ്പ്പെട്ട് ബാക്കിയുള്ള സകലത്തിന്റെ മേലും ഭരണം നടത്തുന്നവരായി തീരുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ്. അതിനെയാണ് നമ്മൾ ഫൈനൽ ആൻഡ് അൾട്ടിമേറ്റ് റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ പരമമായ യഥാസ്ഥാനം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് നിറവേറിയോ എന്നറിയുന്നതിന് ദാനിയേൽ 9-ന്റെ 24-ാം വാക്യത്തിൽ 6 കൂട്ടം കാര്യങ്ങളെ കൂടെ എടുത്തു പറയുന്നുണ്ട്. 6 more objects of 70 weeks recorded in verse number 24 of chapter 9 Daniel. ആ 6 objectives, 6 objects, ആ ലക്ഷ്യങ്ങൾ നിറവേറിയോ എന്നും കൂടെ നാം ഒന്ന് വിശകലനം ചെയ്യുന്നു. അതിൽ 2 എണ്ണം നമ്മൾ ഇന്നലെ രാത്രി കണ്ടു. ഒന്ന് എന്താണ്? ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, ഒന്നാമത്തെ ഉദ്ദേശം എന്താണ്? അതിക്രമത്തെ തടസ്സം ചെയ്യും. 24-ാം വാക്യം ഒന്നും കൂടെ അങ്ങ് വായിച്ചോളൂ. 24-ാം വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും
അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 weeks are appointed for your people and the holy city to achieve these 6 objectives. ഈ 6 ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ നിനക്കും നിന്റെ ജനത്തിനും നിനക്കുമെന്നല്ല, നിന്റെ ജനത്തിനും, അതായത് ദാനിയേലിന്റെ ജനമായ ഇസ്രായേലിനും യെരൂശലേം നഗരത്തിനും വേണ്ടി 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 6 ഒന്നാമത്തേത് നമ്മൾ കണ്ടു. To make an end or put an end or to finish transgression. അകൃത്യത്തെ തടസ്സം ചെയ്യുക, അല്ലെങ്കിൽ അകൃത്യത്തിന് അറുതി വരുത്തുക. ഇസ്രായേലിന്റെ അകൃത്യം എന്തെന്ന് നമ്മൾ കണ്ടു. ദാനിയേൽ ഈ പ്രവചനം നടത്തുമ്പോൾ യഹൂദ ബാബിലോണിൽ അടിമത്തത്തിലാണ്. യഹൂദ ബാബിലോണിൽ അടിമകളായിരിക്കാൻ അല്ലെങ്കിൽ അടിമകളായി പോകുവാനുള്ള കാരണം അവർ ന്യായപ്രമാണം ലംഘിച്ചു എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 പ്രധാനപ്പെട്ട പാപങ്ങളാണ് ന്യായപ്രമാണ ലംഘനത്തിലൂടെ അവർ നടത്തിയിട്ടുള്ളത്. ഒന്ന്, ആരാധനാ വിഷയത്തിൽ അവർ വിഗ്രഹാരാധികളായി യഹോവയെ വിട്ടുമാറി പരദൈവങ്ങളെ സേവിച്ചു, ഐഡലട്രി. 2, മോറൽ ഡിക്ലൈൻ, അഡൽറ്ററി, പരസംഗം, ലൈംഗികമായ പാപങ്ങൾ. 3, സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹികമായ അനീതി. അപ്പോൾ ഇസ്രായേലിന്റെ പ്രവാസത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട പാപങ്ങളാണ് ഈ 3 ന്യായപ്രമാണ ലംഘനം എന്ന് പറയുമ്പോൾ ഈ 3 അടിസ്ഥാന പാപങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയത്. 1, ആരാധനാ വിഷയത്തിൽ സത്യ ഏക ദൈവമായ യഹോവയെ വിട്ട് അല്ലെങ്കിൽ യഹോവയോടൊപ്പം പരദൈവങ്ങളെയും പോയി സേവിച്ചു. 2, സാൻമാർഗികമായ ജീവിതത്തിൽ അവർ അശുദ്ധരായി തീർന്നു. 3, സാമൂഹിക ജീവിതത്തിൽ അസമത്വവും അനീതിയും അവർ വെച്ചു പുലർത്തി. ഈ വിധമായ പാപങ്ങൾ നിമിത്തവും ഈ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വരുവാൻ ദൈവം പ്രവാചകന്മാരിലൂടെ അവരോട് അറിയിച്ച ദൂതിനെ, സന്ദേശങ്ങളെ മനഃപൂർവവും ആവർത്തിച്ചും ലംഘിച്ചത് നിമിത്തവും ദൈവം അയച്ച പ്രവാചകന്മാരെയും പ്രസംഗകരെയും അവർ ചെവിക്കൊള്ളാതിരുന്നത് നിമിത്തവുമാണ് ബാബിലോണ്യ പ്രവാസത്തിലേക്ക് ദൈവം അവരെ അയച്ചത്. അതുകൊണ്ടാണ് ദേവാലയം പോലും ഇടിച്ചു കളയുവാൻ, ചുട്ടുകളവാൻ, കൊള്ളയടിക്കാൻ ദൈവം അനുവദിച്ചത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പാപം എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊന്നുമല്ല. അതെല്ലാം ഉണ്ട്, പക്ഷെ അതിനേക്കാളിലൊക്കെ മുകളിൽ നിൽക്കുന്ന പാപമാണ് മശിഹായെ അവർ തിരസ്കരിച്ചു എന്നുള്ളത്. മശിഹായെ തിരസ്കരിച്ചു.
എന്നാൽ അവരുടെ അകൃത്യത്തിന് ഇനി തടസ്സം, അല്ലെങ്കിൽ അകൃത്യത്തെ അകറ്റുക എന്ന് പറഞ്ഞാൽ അവർ ദേശീയമായി മാനസാന്തരപ്പെടുകയും യേശു തന്നെയാണ് വാഗ്ദത്ത മശിഹയെന്ന് അവർ അംഗീകരിക്കുകയും അത് നിമിത്തം ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് സംഭവിക്കുന്നത് യേശു കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവിലാണെന്നും നമ്മൾ ഇന്നലെ പുതിയ പഴയ നിയമങ്ങളിൽ നിന്ന് കണ്ടു. അതുകൊണ്ട് ഇനി ആ ഭാഗങ്ങൾ ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ കണ്ടു, പാപങ്ങളെ മുദ്രയിടുക. ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻ. പാപങ്ങളെ മുദ്രയിടുക. അതിന്റെ രണ്ട് തലങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്നാമത്തെ ഭാഗത്തിൽ, ഒന്നാമത്തെ ഒബ്ജക്റ്റീവിൽ, ലക്ഷ്യത്തിൽ കണ്ടതുപോലെ ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ മാനസാന്തരപ്പെടുകയും അവരുടെ പാപത്തെ ദൈവം ക്ഷമിക്കുകയും ചെയ്യുന്നതിലൂടെ, അവരെ എന്നേക്കുമായി ദൈവം വീണ്ടെടുക്കുന്നതിലൂടെ, യഥാസ്ഥാനപ്പെടുത്തുന്നതിലൂടെ അവരുടെ അകൃത്യത്തിന് മുദ്രയിടുന്നു, അവരുടെ പാപങ്ങളെ അവസാനിപ്പിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ അർത്ഥമാണ് പാപത്തിന് കാരണമായ പിശാചിനെ തന്നെ ബന്ധിക്കുന്നു. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതും രണ്ടും സംഭവിക്കുന്നത് യേശുക്രിസ്തു മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശേഷവും 1000 ആണ്ടുവാഴ്ചയ്ക്ക് തൊട്ട് മുൻപും മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ ആദ്യത്തെ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ച് നോക്കിയാൽ 70 ആഴ്ചവട്ടങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. 70 ആഴ്ചവട്ടങ്ങൾ നിവർത്തിക്കാൻ ബാക്കിയുണ്ട്. ഈ 6 ലക്ഷ്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 70 ആഴ്ചവട്ടങ്ങൾ നിവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇതിനോടകം നമ്മൾ കണ്ടു, ആദ്യത്തെ 2 ലക്ഷ്യങ്ങളും പൂർത്തീകരിപ്പാൻ ബാക്കിയാണ്. അതുകൊണ്ട് 70 ആഴ്ചവട്ടങ്ങൾ പൂർത്തിയാകുവാൻ ബാക്കി അത്രേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇന്നലെ മറ്റ് ചോദ്യങ്ങൾ ഇല്ലാതിരുന്നു എന്നതുകൊണ്ട് ഇന്ന് മൂന്നാമത്തേതിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് മൂന്നാമത്തെ ലക്ഷ്യം? അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക. അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക. അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക. To purge away and make expiation and reconciliation for sin. To purge away, amplified versionൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. To purge away and make expiation for sin and reconciliation for sin. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുക, പാപത്തിന് പരിഹാരം വരുത്തുക, പാപത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പൂർണ്ണമായും കഴുകി വെടിപ്പാക്കുക. ഇതാണ് മൂന്നാമത്തെ ലക്ഷ്യം. ആവർത്തിച്ച് പറയുന്നതിൽ ക്ഷമിക്കണം. ആരോടുള്ള ബന്ധത്തിലാണിത്? ഇസ്രായേലിനോടുള്ള ബന്ധം. ഇസ്രായേലിനോടും യെരൂശലേമിനോടുമുള്ള ബന്ധത്തിൽ. ഇവിടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുക, പാപത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പൂർണ്ണമായും
വെടിപ്പാക്കുക എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് വേണ്ടിയായാലും ലോകത്തിന് വേണ്ടിയായാലും ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പാപത്തിന് പ്രായശ്ചിത്തം വരുത്താൻ ഒറ്റ മാർഗം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. ആ അർത്ഥത്തിൽ ഈ മൂന്നാമത്തെ ലക്ഷ്യം അത് നിവർത്തിക്കപ്പെട്ടു. അതിനുള്ള പരിഹാരം ക്രൂശിൽ യേശു വരുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രായശ്ചിത്തം വരുത്തി. യേശുക്രിസ്തുവിന്റെ യാഗം മാത്രമാണ്, യേശുക്രിസ്തുവിന്റെ മറുവില യാഗം മാത്രമാണ്, പ്രായശ്ചിത്ത മരണം മാത്രമാണ് പാപത്തിനുള്ള ഏക പ്രായശ്ചിത്തം. വേറെ ഒരു മാർഗം ഇല്ല. അത് യഹൂദന് വേണ്ടിയായാലും ജാതികൾക്ക് വേണ്ടിയായാലും ലോകത്തുള്ള ഏത് ആദാമ്യ സന്തതിക്ക് വേണ്ടിയും പാപത്തിനുള്ള പ്രായശ്ചിത്തം ഒന്നു മാത്രം. അത് പാപം ഇല്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത, പാപികളോട് വേർപെട്ടവനായ പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും പാപരഹിതനെന്ന് അന്തിമ വിധി പറയപ്പെട്ട യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ പരമ പ്രായശ്ചിത്ത യാഗം മാത്രമാണ്. ആ അർത്ഥത്തിൽ ഈ മൂന്നാമത്തെ ലക്ഷ്യം ഈ 70 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് നിവർത്തിക്കപ്പെടേണ്ടത് നിവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിന്റെ യാഗത്തിന് അപ്പോൾ തന്നെ 2 തലങ്ങളുണ്ട്. യേശുവിന്റെ യാഗം, ക്രൈസ്റ്റ് ക്രൂസിഫിക്ഷൻ, ഇറ്റ് വാസ് an expiation for human sins, whether of Jews or of Greeks. But it has 2 aspects. 2 പ്രത്യേക ഭാഗങ്ങളാണ് മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിനുള്ളത്. അതിനെ മൂലഭാഷയിൽ ഹിലാസ്മോസ് എന്നും ഹിലേസ്റ്റീരിയോൻ എന്നും വിളിക്കുന്നു. ഹിലാസ്മോസ് ഗ്രീക്ക് പദമാണ്. അതുപോലെ ഹിലാസ്റ്റീരിയോൻ, അതായത് ഹിലാസ്മോസ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച ചെയ്തു തീർത്ത പ്രായശ്ചിത്ത യാഗത്തെയും, ഹിലാസ്റ്റീരിയോൻ എന്ന് പറയുന്നത് ഇന്നും പിതാവിന്റെ വലഭാഗെ മഹാപുരോഹിതനായി തന്റെ ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തുടരുന്ന യേശുവിന്റെ ശുശ്രൂഷയെയും കുറിക്കുന്നതാണ്. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ഭാഗത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തി പ്രായശ്ചിത്തമായി തീർന്നു എന്നുള്ളതിന് ഒരു സംശയം ആർക്കും ഉണ്ടാവില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ ചിലപ്പോൾ ചില സംശയം ഉണ്ടായേക്കാം. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു വാക്യം, 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, 1 John 2:2.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും ഇത് യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിന്റെ ഇരുവശങ്ങളെയും വെളിപ്പെടുത്തുന്നെന്ന് പറയാം. ഒന്നാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇനി അഥവാ ആരെങ്കിലും പാപം ചെയ്തു പോയെങ്കിലോ, നമുക്ക് നീതിമാനായ ഒരു വക്കീൽ, കാര്യസ്ഥൻ പിതാവിന്റെ വലഭാഗേ നമുക്കുണ്ട്. അത് യേശുക്രിസ്തു ആണെന്ന് യോഹന്നാൻ പറയുന്നു. അവിടെയാണ് യോഹന്നാൻ പറയുന്നത്, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. പിന്നെ പറയുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും യേശു തന്നെയാണ് പ്രായശ്ചിത്തം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിന്റെ രണ്ട് ഭാഗങ്ങളും മനസ്സിലാകുന്നത്. യേശുക്രിസ്തു എബ്രായർ 1:3 നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് സ്വർഗത്തിൽ പിതാവിന്റെ വലഭാഗേ ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇറ്റ്സ് ഫിനിഷ്ഡ് ദി വർക്ക് ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ തികച്ചെടുത്ത പ്രവൃത്തിയാണത്. രണ്ട്, ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് ആ ശുശ്രൂഷ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? തുടരുകയാണ്. ക്രിസ്തു പിതാവിന്റെ വലഭാഗെ ഇരിക്കുന്നിടത്തോളം പാപം ചെയ്യുന്ന സകലർക്കും വേണ്ടി പ്രായശ്ചിത്തം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം 70 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് നിവർത്തിക്കപ്പെടേണ്ട പ്രായശ്ചിത്തയാഗം എന്നുള്ള ഭാഗം ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ നിവർത്തിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയിൽ അത് ഇന്നും തുടർന്നുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, 70 ആഴ്ചവട്ടം കൊണ്ട് ദൈവം ഉദ്ദേശിച്ച 6 ഉദ്ദേശങ്ങളിൽ ഒരെണ്ണം, മൂന്നാമത്തേത് നിവർത്തിച്ചു എന്ന്. എങ്കിലും ബാക്കിയുള്ളവ നിവർത്തിക്കപ്പെടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ നിവർത്തിക്കപ്പെട്ടതിൽ തന്നെ മഹാപുരോഹിത ശുശ്രൂഷയിൽ അത് തുടരുകയും ചെയ്യുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ശരി, നാലാമത്തേതിലേക്ക് പ്രവേശിക്കാം. എന്താണ് നാലാമത്തെ ലക്ഷ്യം? നിത്യനീതി വരുത്തുക. To bring in everlasting righteousness, permanent moral and spiritual rectitude in every area and relation. To bring in everlasting righteousness, നിത്യനീതി. അതായത് പിന്നെ
പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ എല്ലാവിധമായ അശുദ്ധികളിൽ നിന്നും, അഴുക്കുകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നർത്ഥം. വീണ്ടും ആവർത്തിക്കുന്നു, ആരോടുള്ള ബന്ധത്തിൽ? ഇസ്രായേലിനോടും യെരുശലേമിനോടുമുള്ള ബന്ധത്തിൽ. ഇതും എപ്പോഴാണ് സാധ്യമാവുക? ഇനിയും അവർ ഒരിക്കലും പാപം ചെയ്യാത്ത നിലയിൽ, ഇനിയും അവരൊരിക്കലും കർത്താവിനെ വിട്ടുമാറാത്ത നിലയിൽ, ഇനി അവരൊരിക്കലും മശിഹായെ ഉപേക്ഷിക്കാത്ത നിലയിൽ, എപ്പോൾ ദൈവത്തോട് നിരക്കും, എപ്പോൾ അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ പൂർണ്ണമായും വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലേക്ക് തിരിയും? വീണ്ടും ഉത്തരം ഒന്ന് തന്നെ. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ. അതെ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരികയും ഇസ്രായേലിനെ അവർ ഭയന്ന് ഒളിച്ച് കഴിയുന്ന പലയിടങ്ങളിൽ നിന്ന് തൻ്റെ അടുക്കലേക്ക് കൂട്ടിച്ചേർക്കുകയും അവരെ മുഴുവനുമായി അവരുടെ പാപങ്ങളെ പോക്കി വെടിപ്പാക്കുകയും എന്നേക്കുമായി അവർ ദൈവത്തോട് ഇനി ഒരിക്കലും പാപം ചെയ്യാത്തതുപോലെ നിരക്കുകയും ചെയ്യുന്ന ആ സമയത്ത് മാത്രം. നിത്യനീതി ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്? ഇനി അതിനെ ലോകത്തോടുള്ള ബന്ധത്തിൽ നോക്കിയാലോ? യേശുക്രിസ്തുവിന്റെ ഭരണത്തിൽ മാത്രമേ ക്രിസ്റ്റോക്രസി, ക്രിസ്തുവിന്റെ ഭരണത്തിൽ മാത്രമേ നിത്യനീതി സ്ഥാപിതം ആവുകയുള്ളൂ. വേറെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും, ഏതൊരു ഭരണാധികാരി സിംഹാസനസ്ഥനായാലും വിഷയമില്ല. ആരും നിത്യ നീതി വരുത്തുന്നില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവ് മറ്റാരുമല്ല, മുഴുവൻ ലോക ഭരണങ്ങളെയും നീക്കി സർവ മാനുഷ ഭരണകൂടങ്ങൾക്കും അന്തം വരുത്തി ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്ന ദൈവത്തിന്റെ നിത്യരാജാവായ യേശുക്രിസ്തുവിന്റെ ഭരണത്തിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? യെശയ്യാ 32:1 നമുക്കറിയാം. ഞാൻ ഇപ്പോൾ ഉദ്ധരിക്കുകയുണ്ടായി. എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. സ്തോത്രം. യേശുക്രിസ്തു രാജാവായി ഭൂമിയിൽ വാഴുന്ന കാലത്തെ കുറിച്ചാണ്. ഇപ്പോൾ ചിലപ്പോൾ നേതാവ് നീതിമാനായിരിക്കും, പക്ഷെ അണികളൊക്കെ കൈയിട്ട് വാരും. ചിലപ്പോൾ അണികളിൽ ചിലര് കാണും നേരുള്ളവർ, പക്ഷേ ബാക്കിയുള്ളവർ നേരുള്ളവരും
നീതിമാന്മാരും ആകണം എന്നില്ല. ഹബക്കുക്ക് 2:14, ഹബക്കുക്ക് 2:14, 2:14. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. സ്തോത്രം. ഇതും ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിലേ നടക്കുള്ളൂ. അതുപോലെ യെശയ്യാ 35:10 കൂടെ, 35:10 യെശയ്യാവ്. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. സ്തോത്രം. ഇതെല്ലാം എപ്പോഴാ? വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി വരുമ്പോൾ. എങ്ങനെ മടങ്ങി വരുമ്പോൾ? ഇനി ഒരിക്കലും പിന്മാറാത്തതുപോലെ, ഇനി ഒരിക്കലും പിന്മാറുവാൻ ഒക്കാത്തതുപോലെ മടങ്ങി വരുമ്പോൾ. അതെപ്പോൾ മാത്രമേ ഉള്ളൂ? മശിഹ രാജാവായി ഭരണമേൽക്കുമ്പോൾ മാത്രം. അതിന്റെ തുടക്കമാണ് നമ്മൾ യെശയ്യാ 63-ാം അധ്യായത്തിൽ കാണുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപും നമ്മൾ ആ കാര്യം ഉരുവിട്ടിരുന്നു. ഏദോമിൽ നിന്ന് വസ്ത്രാലങ്കൃതനായി വരുന്ന ക്രിസ്തു, രക്താംബരം ധരിച്ച അല്ലെങ്കിൽ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്ന ക്രിസ്തു. കാരണം എന്ത്? ഏകനായി ജാതികളെ ചവിട്ടി തൻ്റെ ജനത്തെ അവരുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അതുപോലെ 19-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലും കാണുന്നുണ്ട്. യേശുക്രിസ്തു 20-ാം അധ്യായം 4-ാം വാക്യം, യേശുക്രിസ്തു 4-6 വരെ, യേശുക്രിസ്തു രാജാവായി 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. നാം യെശയ്യാ 32-ൽ വായിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധന്മാർ ക്രിസ്തുവിനോട് കൂടെ പ്രഭുക്കന്മാരായി വാഴും. അന്ന് ഇവിടെ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നീതിയും നിത്യാനന്ദവും സമാധാനവും ഒക്കെ നിറഞ്ഞിരിക്കും. അതിനു മുമ്പ് നീതിയുടെയും അക്രമ രാഹിത്യത്തിന്റെയും ഒക്കെ വാഗ്ദത്തം ചെയ്തുകൊണ്ട് വോട്ട് പിടിക്കുന്ന അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരിനും ഒരു ഭരണാധിപനും നീതിയുക്തമായ ഭരണം കാഴ്ചവെക്കുവാൻ ഈ ലോകത്തിന്റെ സ്ഥിതിയിൽ സാധ്യമല്ല. അഴിമതിയുടെ രക്തക്കറ പിരളാത്ത ഒരൊറ്റ കൈ പോലും ഈ ലോക രാഷ്ട്രീയത്തിലില്ല. സ്വജനപക്ഷപാതമില്ലാത്ത, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത, നീതിയുക്തമായ സത്യസന്ധമായ ഒരു ഭരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടും സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും ഭരിക്കാൻ തുനിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ കസേരയുടെ കാലി വലിക്കും. എന്നാൽ അങ്ങനെ നീതിയോടെ ഭരിപ്പാൻ കഴിയുന്ന ഒറ്റ രാജാവേ ഉള്ളൂ.
വേറെ ആരുടെയും കൈത്താങ്ങലും പിന്താങ്ങലും ആവശ്യമില്ലാതെ ഒറ്റയ്ക്ക് ഭരണം നടത്തുവാൻ അധികാരമുള്ള നസറായനായ യേശു മാത്രമാണത്. ഏതൊരു ഭരണം, ഏതൊരു രാഷ്ട്രീയത്തെയും എടുത്തു, ഏതൊരു പാർട്ടിയെയും എടുത്തു, ഏതൊരു സർക്കാരിനെയും എടുത്തു, ഇതര പാർട്ടികൾ ചേർന്നാണ് ഒരു പാർട്ടിയെ പിന്താങ്ങുന്നത്. അവരുടെ സഹകരണം കൂടാതെ ഈ പാർട്ടിക്ക് നിലനിൽപ്പില്ല. ഇനിയല്ല, ഒറ്റയ്ക്കൊരു പാർട്ടി ഭൂരിപക്ഷം നേടിയാൽ തന്നെ ഭരണാധിപനായിട്ട്, പ്രധാനമന്ത്രിയായി, മുഖ്യമന്ത്രിയായി, അല്ലെങ്കിൽ മുഖ്യ ഭരണാധിപനായി എന്നെ നിയമിച്ചു, ഞാൻ എത്ര നീതിമാനായാലും എന്നെ രാജാവാക്കിയവരെ അവഗണിച്ച് എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇന്നത്തെ നിലയിൽ കിങ് മേക്കേഴ്സ് ആർ മോർ പവർഫുൾ ദാൻ ദ കിങ്സ്. രാജാക്കന്മാരെക്കാൾ വലിയവര് രാജാക്കന്മാരെ വാഴിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ചിലര് ഭരണം ഏൽക്കത്തില്ല, പുറത്തു നിന്ന് ഇവരെ നിയന്ത്രിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ യേശുവിനോ വേറെ നാട്ടുരാജാക്കന്മാരുടെ പിന്താങ്ങൽ ആവശ്യമുണ്ടോ? കൂടെ നിൽക്കുന്ന ആരുടെയെങ്കിലും സഹായം യേശുവിന്റെ രാജത്വത്തിന് വേണമോ? വേണ്ട. അതുകൊണ്ട് ക്രിസ്തുവിന് നീതിയോടെ വാഴാൻ പറ്റും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ അന്ന് ലോകം, ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെ രണ്ട് അർത്ഥങ്ങളിലാണ് നിത്യനീതി ഉറപ്പാക്കുക അല്ലെങ്കിൽ നിത്യനീതി സ്ഥാപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ മാത്രം നോക്കിയാൽ അവരിൽ നിന്ന്, യാക്കോബിൽ നിന്ന് അകൃത്യത്തെ, അനീതിയെ, അന്യായത്തെ, പാപത്തെ പൂർണ്ണമായും നീക്കിക്കളയുന്ന അവസ്ഥ. അവരൊരിക്കലും ഇനി പാപം ചെയ്യാത്ത തരം ദൈവത്തിങ്കിലേക്ക് നീതിയോടെ തിരിയുന്ന അവസ്ഥ. രണ്ട്, അത് ലോകത്തോടുള്ള ബന്ധത്തിൽ നോക്കിയാലും യേശു ക്രിസ്തുവിന്റെ ഭരണം നടക്കുമ്പോൾ മാത്രം. 1000 ആണ്ട് വാഴ്ചയിൽ അത് തുടങ്ങും. അന്ന് മാത്രമേ ഈ നിത്യനീതി വരുത്താൻ അല്ലെങ്കിൽ ഉറപ്പാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളിൽ മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാല് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം യഹൂദന്മാർക്ക് മാത്രം ഒരു മാനസാന്തരത്തിന് ചാൻസ് ഉണ്ട്. അതിനുശേഷമല്ലേ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വരവിന് ശേഷം. ഒടുവിലത്തെ ഭാഗം ശരിക്കും കേട്ടില്ല. യേശുവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം യഹൂദന്മാർക്ക് മാത്രമായിട്ട് മാനസാന്തരപ്പെടാൻ ഒരു അവസരമുണ്ട്. രണ്ടാമത്തെ വരവ് എന്നതുകൊണ്ട് മേഘപ്രത്യക്ഷതയാണോ അതോ ഭൂമിയിലേക്കുള്ള വരവാണോ ഉദ്ദേശിച്ചത്? ഭൂമിയിലേക്കുള്ള വരവ്. അതിനുശേഷം രക്ഷിക്കപ്പെടുന്ന ഒരു പാസ്റ്റർ പറഞ്ഞു, ഇപ്പൊ യഹൂദന്മാർ അങ്ങനെ അവർക്ക് മാത്രമായിട്ട് ഒരു അവസരമുണ്ട്. അതാണ് നാം ഇന്നലെ വായിച്ച വാക്യങ്ങളിലെല്ലാം പറയുന്നത്. അവരുടെ പാപം ക്രിസ്തുവിനെ, മശിഹായെ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ കൈക്കൊള്ളാതിരുന്നതാണെങ്കിൽ അവരുടെ ദേശീയമായ മാനസാന്തരം എന്ന് പറയുന്നത് മശിഹായെ ഉപേക്ഷിച്ച അവരുടെ പിതാക്കന്മാരുടെ പാപത്തെ പോലും അംഗീകരിച്ചുകൊണ്ട് അവർ ദേശീയമായി യേശു തന്നെ ആണ് വാഗ്ദത്ത മശിഹ എന്ന്
യേശുവിനെ സ്വീകരിക്കുന്നതാണ്. അത് സംഭവിക്കുന്നത് യേശു ഭൂമിയിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരുമ്പോൾ മാത്രമേ ഉള്ളൂ. വെളിപ്പാട് 1:7 അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. അതിനുവേണ്ടിയാണ് യേശു മരിച്ചു എന്ന് അറിഞ്ഞിട്ടും റോമൻ പടയാളി യേശുവിന്റെ വിലാപ്പുറം കുത്തിത്തുളച്ചതെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ 19-ാം അധ്യായം സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന് ദേശീയമായി മാനസാന്തരത്തിന് ഉള്ള അവസരമാണത്. ഈ മഹാപീഡനകാലം എന്ന് പറയുന്നത് തന്നെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ യഥാസ്ഥാനത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെ അവരുടെ പാപം കർത്താവ് അങ്ങ് ക്ഷമിക്കുകയല്ല, അവരെ അവരുടെ പാപത്തിന് ശിക്ഷിച്ചുകൊണ്ടാണ് അവരുടെ പാപം ക്ഷമിക്കുന്നത്. അവരുടെ ആ പാപത്തിന്റെ ഫലമാണ് ഈ കഴിഞ്ഞ 2000-ൽ പരം വർഷമായി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കുറ്റമില്ലാത്ത രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് അവർ ആക്രോശിച്ച് പീലാത്തോസിനോട് പറഞ്ഞതുപോലെ യേശുവിന്റെ രക്തത്തിന്റെ വില, അതിന്റെ ശിക്ഷ ഇസ്രായേൽ ഒരു ദേശം എന്ന നിലയിൽ ഗഡുക്കളായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ, അല്ലെ 2-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇന്നുവരെ. അത് തീർന്നിട്ടില്ല. നമ്മൾ ഒരു ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്താൽ, എൻ്റെ ഒരു കുടുംബാംഗം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീടിന് വേണ്ടി ലോൺ എടുത്തു. പല സ്ഥലത്തും നിന്നാണ് ലോൺ എടുത്തത്. മുഴുവൻ പൈസയും, വീട് പണിത മുഴുവൻ തുകയും ലോണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആളിനെ കണ്ടപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, കഴിഞ്ഞ 8 മാസത്തോളമായിട്ട്, 8 മാസം തോന്നുന്നു, ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ലക്ഷം രൂപ അടച്ചു, എന്നിട്ടും ഇതുവരെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന്, ആ കടമെടുത്ത തുകയിൽ നിന്ന് ഒരു പൈസ പോലും അടഞ്ഞിട്ടില്ല. പലിശ മാത്രം അടഞ്ഞു പോകുന്നു. പ്രിൻസിപ്പൽ എമൗണ്ട് അങ്ങനെ കിടക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മുടക്കം വന്നാൽ വീണ്ടും അത് കൂടും. നമുക്കറിയാം, പലയിടങ്ങളിലും ജപ്തി നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ബാങ്കുകൾ ചെയ്യുന്ന ഒരു കാര്യം, കുറെ വർഷങ്ങളായി ലോണിന്റെ കുറെ തുക തിരിച്ചടച്ചു. ബാങ്കുകാർ കൊടുത്ത ലോൺ, അതിൻ്റെ ആ ക്യാപിറ്റൽ എമൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടി. പിന്നെ ഇനിയും പലിശയും കൂട്ടുപലിശയും ഒക്കെ കൂടെ കുറെ കിടപ്പുണ്ട്. പക്ഷെ ഇയാളിന് കൊടുത്തു തീർക്കാൻ വകയില്ല എന്ന് വരുമ്പോൾ ഒരു സെറ്റിൽമെന്റ് പർപ്പസിൽ പരസ്പരം ഒരു ധാരണയിലെത്തി ബാങ്കുകൾ പറയാറുണ്ട്, ഇത്ര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇനി തിരിച്ചടയ്ക്കേണ്ടത്, ഇത്ര വർഷങ്ങൾ കൂടെ അടച്ചെങ്കിലേ തീരത്തുള്ളൂ, നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ജപ്തി ഒഴിവാക്കാൻ ഇത്ര രൂപ ഒരുമിച്ച് ഇങ്ങ് അടയ്ക്ക, നമുക്ക് കേസ് സെറ്റിൽ ചെയ്യാം. ഗഡുക്കൾ അടച്ചു തീർക്കാൻ കഴിയില്ല എന്ന ബോധ്യം വരുമ്പോൾ ബാങ്കോ അല്ലെങ്കിൽ പണം കടം കൊടുക്കുന്ന സ്ഥാപനമോ ഈ കടമെടുത്തയാളിനോട് കാണിക്കുന്ന ഒരു കരുണയായി ഒരുമിച്ചൊരു തുക മേടിച്ച് ആ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നു. ഇതുപോലെ
ക്രിസ്തുവിന്റെ ക്രൂശീകരണം മുതൽ, അല്ലെങ്കിൽ ക്രൂശീകരണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 30-35 വർഷം കഴിഞ്ഞത് മുതൽ ഇസ്രായേൽ യേശുവിനെ തിരസ്കരിച്ചതിന്റെ ശിക്ഷ ഗഡുക്കളായി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. 1948 അവർ സ്വന്തം രാഷ്ട്രത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളത് ശരിയാ. അവരുടെ അന്തിമ വീണ്ടെടുപ്പിന്റെ ഒരു ചെറിയ തുടക്കം മാത്രമാണത്. ഇപ്പോഴും അവർ വില കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 70-ാം ആഴ്ചവട്ടത്തിൽ അതിന്റെ പാരമ്യത്തിലായിരിക്കും. എന്നാലും യേശുവിനെ തള്ളിക്കളഞ്ഞ പാപം ഇനിയും ഒരു 5000 വർഷങ്ങൾ അവർക്ക് കൊടുത്താലും വീട്ടിൽ തീർക്കാൻ, സഹിച്ചു തീർക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് കർത്താവ് കരുണ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവുകയാ? യെഹെസ്കേൽ പറയുന്നത് പോലെ കോലിൻ കീഴേ കൂടെ കടത്തി അഗ്നിച്ചൂളയിലൂടെ കടത്തി വിടുന്നത് പോലെയും ഉലയിൽ ഉരുക്കിയെടുക്കുന്നത് പോലെയും അവരെ ഈ മഹാപീഡന കാലത്തിൽ ഉരുക്കിയെടുത്ത് അവരിലെ കീടങ്ങളെ മാറ്റി അവരുടെ പാപത്തിന് ഒരുമിച്ചൊരു ശിക്ഷ കൊടുത്ത് യേശുവായിരുന്നു മശിഹ എന്ന് അവർ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് ആ അംഗീകരണത്തിലൂടെ അവരുടെ പാപങ്ങളെ പൂർണ്ണമായും ക്ഷമിച്ച് ഇസ്രായേൽ ഒരു ദേശം, ഒരു രാഷ്ട്രം, ഒരു ജാതി എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയിൽ അവരെ മൊത്തമായും കൈക്കൊള്ളുന്ന ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയയാണ് ഈ തിരുവെഴുത്ത്. വിശേഷിച്ച് യെഹെസ്കേലും ദാനിയേലും റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളും വെളിപ്പാട് പുസ്തകവും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഇസ്രായേലിന് രാഷ്ട്രം എന്ന നിലയിൽ മാനസാന്തരപ്പെടാനും രക്ഷിക്കപ്പെടുവാനും ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. അതാണ് റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നത്, എന്തേ ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവോ? സ്തോത്രം. ഒരിക്കലും ഇല്ല. ദൈവം 11-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. എടുത്തെങ്കിലും ഒന്ന് വായിച്ചു. എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിന് വേണോ? അവിടെ തൊട്ട് ഇങ്ങോട്ട് ആ കാര്യം പറഞ്ഞു വരികയാണ്. എന്തിനാണ് 12-ാം വാക്യം? എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. അവർക്ക് രാഷ്ട്രീയമായ ഒരു യഥാസ്ഥാനം ബാക്കി ഉണ്ട്. അതെപ്പോൾ മാത്രമേ നടക്കൂ? യേശു മശിഹയാണെന്ന് അവർ രാഷ്ട്രീയമായി എന്ന് പറഞ്ഞാൽ ദേശീയമായി അംഗീകരിക്കുമ്പോൾ മാത്രം. സ്തോത്രം. പതിനഞ്ചാം വാക്യം. ഒരു മിനിറ്റ്. 15-ാം വാക്യം. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവരുടെ അംഗീകരണം ബാക്കി ആയിരിക്കുന്നു. അതെപ്പോഴേ സംഭവിക്കുള്ളൂ? ലോകാവസാനത്തിങ്കൽ, കർത്താവിന്റെ വരവിങ്കൽ
വീണ്ടും 23-ാം വാക്യം. അവിശ്വാസത്തിൽ നിലനിൽക്കാൻ ഞാൻ അവരെയും കൂടെ ഒട്ടിക്കും, അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ല. അടുത്ത വാക്യം കൂടെ 24. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ഇവിടെ എല്ലാം ഇസ്രായേലിനെ ഒരു രാഷ്ട്രം, ഒരു ദേശം, ഒരു ജാതി എന്ന നിലയിൽ ദൈവം വീണ്ടും സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 25-ാമത്തെ വാക്യത്തിലും നാം അങ്ങനെയാണ് കാണുന്നത്. ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. എപ്പോൾ വരെ? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം. വീണ്ടും 26, 27 വാക്യങ്ങൾ പറയുന്നു, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അന്നെന്ത് ചെയ്യും? അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. എപ്പോൾ? സിയോനിൽ നിന്ന് വിടുവിക്കുന്നവൻ വരുമ്പോൾ. അതെപ്പോൾ മാത്രമേ ഉള്ളൂ? യെശയ്യാ 63 മഹാപീഡനത്തിന്റെ ഒടുവിൽ യേശുക്രിസ്തു മഹത്വത്തോടെ വിശുദ്ധന്മാരുമായി വരുമ്പോൾ മാത്രം. വെളിപ്പാട് 19-ന്റെ 15, 14, 15 വാക്യങ്ങളും അതിനോട് ചേർത്ത് ചിന്തിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് ഇസ്രായേലിന് വേണ്ടി ദൈവം യഥാസ്ഥാനത്തിന്റെ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമാകുന്നത് ക്രിസ്തുവിന്റെ തേജസ്സിലുള്ള പ്രത്യക്ഷതയെങ്കിൽ മാത്രമായിരിക്കും. വ്യക്തമായോ? അത് അപ്പൊ അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദന് മാത്രമേ രക്ഷയ്ക്ക് സാധ്യതയുള്ളൂ? അല്ല, എല്ലാ കാലത്തുമുള്ള യഹൂദന് രക്ഷയ്ക്ക് സാധ്യതയുണ്ട്. യേശുക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് ന്യായപ്രമാണം അനുസരിച്ചു. ക്രിസ്തുവിന് ശേഷം മുതൽ, അല്ലെങ്കിൽ ക്രിസ്തു വന്നത് മുതൽ ഇനിയും യേശുക്രിസ്തു സഭയെ ചേർക്കുന്നത് വരെയുള്ള യഹൂദന്മാർക്ക് സുവിശേഷത്തിൽ വിശ്വസിച്ചു രക്ഷയ്ക്ക് വഴി തുറന്നിട്ടിരിക്കുക, ആർക്കും അടച്ചിട്ടില്ല. റോമർ 1:14 പറയുന്നത് പോലെ സുവിശേഷം അത് എല്ലാവർക്കും രക്ഷയ്ക്ക് കാരണം വിശ്വസിക്കുന്ന യവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും. അതുകൊണ്ട് യഹൂദന് രക്ഷയ്ക്കുള്ള വഴി ദൈവം ഒരിക്കലും അടച്ചിട്ടില്ല, ഏത് കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്കും. എന്നാൽ ദേശം എന്ന നിലയിൽ അവർ മാനസാന്തരപ്പെടുന്നത് അന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് വ്യക്തികൾ എന്നതിനേക്കാൾ അവിടെ ഒരു ദേശം എന്നതിനാണ് പ്രാധാന്യം. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല രക്ഷയ്ക്കുള്ള സാധ്യത, എക്കാലത്തും ജീവിച്ചിരിക്കുന്നവർക്കുണ്ട്. അല്ല, അന്നേരം ചുരുക്കത്തിൽ അവരുടെ രക്ഷയും യേശുവിൽ കൂടി അല്ലേ ഉള്ളത്? എല്ലാവരുടെയും അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു മാർഗമില്ല. ക്രിസ്തു മാത്രമേ ഉള്ളൂ. യഹൂദന രാഷ്ട്രമായിട്ട് നിന്നെന്ന് പറഞ്ഞാൽ ഒന്നും, എല്ലാം യേശുവിൽ കൂടി മാത്രമേ ഉള്ളല്ലോ. മാത്രമേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ദേശം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ രക്ഷിക്കപ്പെടണ്ടേ? അത് അവര് രാഷ്ട്രമായിട്ട, വ്യക്തികളായിട്ടല്ല, രാഷ്ട്രമായിട്ടാണ് അവരുടെ തീരുമാനം. അവരുടെ പാപവും വ്യക്തികളായിട്ടല്ല അവർ ചെയ്തത്, അവർ ഇസ്രായേൽ എന്ന നിലയിലാണ് ചെയ്തത്. ഇസ്രായേൽ രാഷ്ട്രമായിട്ടാണ് ചെയ്തത്. അവർ ഒരുമിച്ചായിരിക്കും ഇനി മാനസാന്തരപ്പെടുന്നത്. അവരുടെ വ്യക്തികൾക്കല്ല, രാഷ്ട്രത്തിനാണ് പ്രാധാന്യം. ആ രാഷ്ട്രത്തിന്റെ തീരുമാനം ഓരോ വ്യക്തിയുടെയും തീരുമാനമായിരിക്കും ചെയ്യും. ഇപ്പം ഇന്ത്യയിൽ ഭരണാധികാരികൾ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് ഇന്ത്യയിലെ എന്റെയും നിങ്ങളുടെയും കൂടെ തീരുമാനമാണ്.
നമ്മൾ വ്യക്തിപരമായി അതിലൊന്നും ഒപ്പിടുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിനിധികൾ അന്താരാഷ്ട്രീയമായി ഒരു തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു തീരുമാനമെടുത്താലും അതിൽ ഇന്ത്യക്കാരായ നമ്മൾ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു. മനസ്സിലായി. അപ്പൊ ഈ സഭായുഗത്തില് അവര് രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാര് സാധാ മനുഷ്യരെ പോലെ തന്നെ അവരും ന്യായവിധിക്ക് യോഗ്യരായി തീരത്തില്ലേ? തീർച്ചയായിട്ടും. സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവൻ യഹൂദനായാലും യവനനായാലും ശിക്ഷ ഒന്ന് തന്നെ. ശരി, എങ്കിൽ അടുത്തത് 5-ാമത്തെ ലക്ഷ്യം, 70 ആഴ്ചവട്ടങ്ങളുടെ 5-ാമത്തെ ലക്ഷ്യം എന്താണ്? ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ. ദർശനവും പ്രവചനവും മുദ്രയിടുക. ടു സീൽ വിഷൻസ് ആൻഡ് പ്രൊഫസീസ്. അതും എപ്പോൾ മാത്രമായിരിക്കും? ദർശനങ്ങളും പ്രവചനങ്ങളും വിശ്വാസവും പ്രത്യാശയും എല്ലാം എപ്പോൾ വരെ മതി? കർത്താവിനെ വരെ. സ്തോത്രം. അതെ, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂർണ്ണമായത് വരുന്നത് വരെ. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന കാര്യമാണ്. പ്രവചനവും ദർശനവും കൃപാവരങ്ങളും അന്യഭാഷാ ഭാഷണവും ഒക്കെ നിന്നുപോകുന്ന, മാറിപ്പോകുന്ന ഒരു സമയം. എപ്പോൾ? അവയെല്ലാം പൂർത്തിയാകുന്ന ഒരു സമയം. എപ്പോൾ? പൂർണ്ണമായത് പ്രവചനങ്ങളുടെ പൊരുളായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, തിരുവെഴുത്തിന്റെ പൊരുളായ ക്രിസ്തു അക്ഷരീയമായി വരുമ്പോൾ പിന്നെ ദർശനത്തിന്റെ ആവശ്യം ഇല്ല. പ്രവചനങ്ങൾ അവിടം കൊണ്ട് പൂർണ്ണമാകുന്നു, പിന്നെ പ്രവചനങ്ങൾ വേണ്ട. ഈ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു എന്ന് പറഞ്ഞാലും പിന്നീട് നമുക്ക് ഈ വചനത്തിന്റെ ആവശ്യവും ഇല്ല. കാരണം സാക്ഷാൽ ജീവവചനമായവൻ അവിടെ പൂർണ്ണ മഹത്വത്തോടെ വെളിപ്പെട്ട് കഴിഞ്ഞു. രണ്ട് പത്രോസ് 1:19 വാക്യത്തിലും അതാണല്ലോ പറയുന്നത്. പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. 2 Peter 1:19. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രവാചക വാക്യങ്ങളെ എപ്പോൾ വരെ കരുതിക്കൊണ്ടാൽ നന്ന്? എപ്പോൾ വരെയാണ് അവയുടെ പ്രസക്തി? അവന്റെ വരവ് വരെ, ഉദയനക്ഷത്രം ഉദിക്കുവോളം. ഉദയനക്ഷത്രം ഉദിക്കുവോളം. ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ, ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന് ക്രിസ്തുവിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെയാണ് പ്രവചനങ്ങളുടെ പ്രസക്തി. ന്യായപ്രമാണം എപ്പോൾ വരെയായിരുന്നു? ക്രിസ്തു വരുന്നവരെ. ക്രിസ്തു വരുന്നത് വരെ.
അതുപോലെ തിരുവെഴുത്തുകൾ മുഴുവനും, തിരുവെഴുത്തുകളുടെ മുഴുവൻ പ്രവചനങ്ങളും എപ്പോൾ വരെയായിരിക്കും? ക്രിസ്തുവിന്റെ തേജസ്സിൻ പ്രത്യക്ഷത വരെ. നമ്മുടെ പഴയ നിയമം, യഹൂദന്റെ ബൈബിളാണ് പ്രവചന ഗ്രന്ഥം എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മുടെ പഴയ നിയമത്തിന്റെ പേര് പ്രവാചകവാക്യങ്ങൾ പ്രവചന ഗ്രന്ഥം എന്നാണ്. ആ പ്രവചനങ്ങളുടെ എല്ലാം പൊരുൾ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 13:8 വാക്യങ്ങളിലും 1 Corinthians 13:8 ഫോളോയിങ് അവിടെയുള്ള വാക്യങ്ങളിലും പൗലോസ് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നതിന്റെ 5ാമത്തെ ഉദ്ദേശം ദർശനവും പ്രവചനവും മുദ്രയിടുക എന്ന് പറഞ്ഞാൽ, പിന്നീട് ദർശനത്തിന്റെയും വെളിപ്പാടിന്റെയും പ്രവചനത്തിന്റെയും പ്രസംഗത്തിന്റെയും ഒന്നും ആവശ്യം ഇല്ലാതെ വരിക. അതെപ്പോൾ? പൊരുളായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. അങ്ങനെ ഈ 5ാമത്തെ ലക്ഷ്യവും നിവർത്തിക്കപ്പെടുന്നത് എപ്പോൾ മാത്രമാണ്? യേശുവിന്റെ തേജസ്സിൻ പ്രത്യക്ഷതയിൽ മാത്രം. അങ്ങനെ ഈ 6 ഉദ്ദേശങ്ങളിൽ 5ഉം നമ്മളിപ്പോൾ കണ്ടു. അതിൽ 3ാമത്തേത്, അതിൽ പാപത്തിന് പ്രായശ്ചിത്തം, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുന്ന ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗം മാത്രമാണ് നിറവേറ്റപ്പെട്ടിരിക്കുന്നത്. ബാക്കി ഉള്ളതെല്ലാം നിറവേറുവാൻ ബാക്കിയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? 70 ആഴ്ചവട്ടം പൂർണ്ണമായോ? ഇല്ല, ബാക്കിയാണ്. 6ാമത്തെ ഭാഗമുണ്ട്. അത് നമുക്ക് കർത്താവ് വന്നില്ലെങ്കിൽ നാളെ ചിന്തിക്കാം. പ്രിയരെ, നമ്മുടെ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. എപ്പോൾ എന്ന് നമുക്കറിയില്ല. ഇന്ന് രാത്രിയിലാകുന്നു നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നാം ആരും കൈവിടപ്പെടാതെ തിരുസന്നിധിയിൽ ചേർക്കപ്പെടേണ്ടതിന് നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.